ഹലോ ഗൈസ്, ടെക് ഫോറസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം നമ്മളതിനകത്ത് ചെയ്യാൻ പാടില്ലാത്ത ഒരു 4-5 കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്. അതിപ്പോൾ ഒരു ബിഗിനേഴ്സായിട്ടുള്ള ചാനലാണെങ്കിലും അല്ലെങ്കിൽ മാസം ഒരു ലക്ഷങ്ങൾ വരുമാനം വാങ്ങുന്ന ചാനലാണെങ്കിൽ പോലും നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഡെഡായി പോകുന്നു തന്നെ വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ യൂട്യൂബ് തന്നെ വേണമെങ്കിൽ നമ്മുടെ ചാനൽ തന്നെ ഫ്രീസാക്കിയേക്കാം. അങ്ങനെ അത്രയ്ക്കും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഈ 4-5 കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ചാനലിൽ ഒരിക്കലും ചെയ്യരുത്. ഈ വീഡിയോ നിങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കാണണം കേട്ടോ. കാരണം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്. ചിലപ്പോൾ ഇത് എല്ലാവർക്കും തന്നെ പറയുമ്പോൾ തോന്നിയേക്കാം ഇത്രയേ ഉള്ളൂ എന്ന്. പക്ഷേ ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ചാനൽ യൂട്യൂബ് തന്നെ നമ്മളുടെ ചാനൽ ഡെഡാക്കി ഡൗൺ ആക്കി കളയും. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാൻ പറഞ്ഞതുപോലെ ഒരു 4-5 തരം കാര്യങ്ങൾ 4-5 കാര്യങ്ങൾ നമ്മളുടെ വീഡിയോയിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ നമ്മുടെ ചാനലിൽ ചെയ്യാതിരിക്കുകയാണെങ്കിൽ നമുക്കുണ്ടാകുന്ന നേട്ടങ്ങൾ എന്തായിരിക്കും, അല്ലെങ്കിൽ അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തായിരിക്കും എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അതിലൊന്നാമത്തെ കാര്യമായിട്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളതിനകത്ത് ലോങ് വീഡിയോ ആയാലും ഷോർട്ട് വീഡിയോ ആയാലും ഇടുന്നത് ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യണം. അതായത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോ ഇടുകയാണെങ്കിൽ ഒന്നുകിൽ ഏതെങ്കിലും ഒരു ടൈം നമ്മൾ ഫിക്സഡ് ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യേണ്ട അത്യാവശ്യ കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ഇഷ്ടപ്പെട്ടു വരുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ഇന്നൊരു വീഡിയോ രാവിലെ 10 മണിക്കിട്ടു, നാളത്തെ വീഡിയോ നമ്മൾ ഉച്ചയ്ക്കൊരു 12 മണിക്കിട്ടു, അതിൻ്റെ പിറ്റേ ദിവസത്തെ വീഡിയോ നമ്മൾ വൈകുന്നേരം ഇട്ടു. അങ്ങനെ നമുക്ക് തോന്നുന്ന ടൈമുകളിൽ നമ്മളുടെ വീഡിയോ ഒരിക്കലും നമ്മൾ പബ്ലിഷ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. എപ്പോഴും നമ്മളുടെ വീഡിയോ നമ്മൾ കൃത്യസമയം ഒരു ടൈം കീപ്പ് ചെയ്ത് അതിനനുസരിച്ച് തന്നെ നമ്മൾ എല്ലാ വീഡിയോയും ഇടാനായിട്ട് ശ്രമിക്കണം. നമ്മളെല്ലാവരും ഓരോ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടും ഒക്കെ ആയിരിക്കും നമ്മൾ ചിലപ്പോൾ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ പലരും ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവാം, നമുക്കിപ്പോൾ സമയം കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ വീഡിയോ അങ്ങ് അപ്ലോഡ് ചെയ്യുന്നു, പബ്ലിഷ് ചെയ്യുന്നു, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവാം. പക്ഷേ നിങ്ങളെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വീഡിയോ ഷെഡ്യൂൾ ചെയ്ത് വെക്കാനുള്ള ഒരു ഓപ്ഷൻ യൂട്യൂബിൽ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഏകദേശം വൈകുന്നേരം ഒരു 5:30 ശേഷമോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഒരു 3 മണിക്കോ അല്ലെങ്കിൽ രാവിലെ ഒരു 10 മണിക്ക് മുമ്പോ അങ്ങനെയൊക്കെ ഒരു ടൈം നമ്മൾ കൃത്യമായിട്ടൊരു ടൈം കീപ്പ് ചെയ്തിട്ട് ആ ടൈം നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെച്ചാൽ മാത്രം മതി. ഷെഡ്യൂൾ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുക. ഓട്ടോമാറ്റിക് വീഡിയോ നമ്മളിപ്പോൾ എവിടെയായിരുന്നാൽ പോലും, ഇപ്പം നമുക്ക് നമ്മൾ സ്ഥിരം അപ്ലോഡ് ചെയ്യുന്ന ഒരു വൈകുന്നേരം ഒരു 5:30 നമ്മൾ ചിലപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം 5:30 നമുക്ക് നമ്മുടെ മൊബൈലെടുത്ത് നമുക്ക് നമ്മുടെ വീഡിയോ പബ്ലിഷ് ചെയ്യാറൊന്നും ചിലപ്പോൾ നേരം കിട്ടിയെന്നിരിക്കില്ല. നമ്മൾ ചിലപ്പോൾ പല സ്ഥലത്തും ആയിരിക്കും, ചിലപ്പോൾ റേഞ്ച് ഇല്ലാത്ത സ്ഥലത്ത് വരെ ആയിരിക്കും നമ്മൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോ നമ്മളിപ്പോൾ എവിടെയാണെങ്കിൽ പോലും ആ കൃത്യസമയത്ത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്തേക്ക് എത്തിക്കോളും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മളൊരു ടൈം കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അത് വളരെ അത്യാവശ്യമായൊരു കാര്യമാണ് കേട്ടോ. അത് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യമായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ചാനലിൽ തന്നെ നമ്മൾ കയറി നമ്മളുടെ വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് നമ്മൾ ഒരിക്കലും ചെയ്യരുത്. അത് നമ്മളുടെ ചാനലിൻ്റെ ഇംപ്രഷൻ തന്നെ കുറഞ്ഞു പോവുകയും അതുപോലെ ആ വ്യൂസ് ഒരിക്കലും നമ്മളുടെ എന്താ പറയുക, മോണിറ്റൈസേഷൻ ടൈമിലൊന്നും നമുക്കൊരു വ്യൂസായിട്ട് പോലും യൂട്യൂബ് കാൽക്കുലേറ്റ് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമ്മളുടെ പ്രൊഫൈലിൽ കയറി നമ്മൾ തന്നെ നമ്മളുടെ വീഡിയോകൾ ഒരിക്കലും കണ്ട് വ്യൂസ് കൂട്ടാനായിട്ട് ശ്രമിക്കരുത്. അതുപോലെ നമുക്കങ്ങനെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടാകും. ചിലപ്പോൾ നമ്മളൊരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തതിന് ശേഷം അതെങ്ങനെയുണ്ടെന്ന് അറിയാനും അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ നമുക്ക് തന്നെ ഒന്ന് കാണണമെന്നും ഒക്കെ ഒരു ആഗ്രഹം ഉണ്ടാകും. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, നമ്മൾ മറ്റൊരു മൊബൈലിലോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഒരു മൊബൈലിലോ അങ്ങനെയൊക്കെ കയറി മാത്രമേ നമ്മളുടെ വീഡിയോകൾ കാണാവൂ. അല്ലാതെ നമ്മളുടെ സ്വന്തം ഐഡിയയിൽ അല്ലെങ്കിൽ നമ്മളുടെ പ്രൊഫൈലിൽ തന്നെ കയറി നമ്മളുടെ ചാനലിലെ വീഡിയോ ഒരിക്കലും നമ്മൾ കാണരുത്.
അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചാനലിൻ്റെ ഇംപ്രഷൻ തന്നെ കുറഞ്ഞു പോവുകയുള്ളൂ. അത് ശരിക്കും നമ്മളുടെ ചാനലിനെ നമ്മൾ തന്നെ നശിപ്പിക്കുന്നതിന് തുല്യമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ യൂട്യൂബ് നമ്മളുടെ ചാനൽ തന്നെ അങ്ങ് ഫ്രീസാക്കി കളയാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഈ വലിയ വലിയ ചാനലുകാരുടെയൊക്കെ മെസ്സേജ് ബോക്സിൽ ചെന്നിട്ട് സബ് ഫോർ സബ്, അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് മുന്നേറാം, അല്ലെങ്കിൽ കട്ടയ്ക്ക് കൂടെ നിൽക്കാം, അല്ലെങ്കിൽ കട്ടയ്ക്ക് കൂടെ നിൽക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കമൻറ്റ് ചെയ്യുന്നത്, ഓരോരുത്തർ കമൻറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. ഒരിക്കലും നമ്മളങ്ങനെ ചെയ്യരുത്. കാരണം ഇത്രയും നമ്മളുടെ ചാനലിനെ കൊല്ലുന്നതായിട്ടുള്ള വേറൊരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ മറ്റുള്ളവരുടെ വീഡിയോയുടെ താഴെ പോയി ഇത്തരത്തിലുള്ള കമൻറ്റുകൾ ഒരിക്കലും നമ്മൾ ചെയ്യാതിരിക്കുക. ചിലപ്പോൾ നമ്മൾക്ക് അതുപോലെ കുറച്ച് സബ്സ്ക്രൈബേഴ്സോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ടായിരിക്കും. പക്ഷേ ഇതെല്ലാം യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനൊന്നും അല്ലെങ്കിൽ പോലും ഇതെല്ലാം കൃത്യമായും യൂട്യൂബ് വാച്ച് ചെയ്യുന്നുണ്ടാവും. നമ്മളുടെ ആ ചാനൽ തന്നെ ഡൗണായി പോകാൻ ഇതിലപ്പുറം വേറൊരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കരുത്. പിന്നെ നാലാമത്തെ കാര്യമായിട്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം അതിന് വ്യൂസ് കുറവാണെന്നോ അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടോ, അല്ലെങ്കിൽ എന്ത് തന്നെ കാരണം കൊണ്ടായിക്കോട്ടെ, ഒരിക്കലും നമ്മളുടെ ചാനലിലെ വീഡിയോ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയരുത്. അത് നമ്മളുടെ ചാനലിൻ്റെ ഇംപ്രഷൻ ഇല്ലാതെയായി പോകും. ഇനി നമുക്ക് ഡിലീറ്റ് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ, വല്ല കമ്മ്യൂണിറ്റി സ്ട്രൈക്കോ അല്ലെങ്കിൽ കോപ്പിറൈറ്റ് ഇഷ്യോ അല്ലെങ്കിൽ റീയൂസ്ഡ് കണ്ടൻറ്റ് അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നതിന് ശേഷമാണെങ്കിൽ നമുക്കത് ഡിലീറ്റ് ചെയ്ത് കളയാം. അല്ലാതെ ഒരിക്കലും നമ്മളുടെ ചാനലിലെ ഒരു വീഡിയോ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയരുത്. കാരണം നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും യൂട്യൂബ് കുറേ പേരിലേക്ക് നമ്മളുടെ ആ വീഡിയോ റെക്കമെൻഡ് ചെയ്ത് നോട്ടിഫിക്കേഷനൊക്കെ അയച്ചിട്ടുണ്ടാകും. അങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏതാണ്ട് ഈ വിളിച്ചു വരുത്തിയ കല്യാണത്തിന് ഇലയിട്ടിട്ട് സദ്യയില്ല എന്ന് പറയും പോലെ, അങ്ങനെ ഒരിക്കലും നമ്മളുടെ ചാനലിനെ നമ്മൾ തന്നെ കൊല്ലുന്ന ഒരവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയരുത്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം, നിസ്സാരമായിട്ട് കാണുന്നതുമായിരിക്കാം. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ നമ്മളുടെ ചാനലിൽ അല്ലെങ്കിൽ നമ്മളുടെ വീഡിയോകളിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ചാനൽ തന്നെ നമുക്ക് നഷ്ടമായി പോകുന്ന, അല്ലെങ്കിൽ ഫ്രീസായി ഡൗണായി പോകുന്ന അവസ്ഥ വരും. അടുത്ത അഞ്ചാമത്തെ കാര്യമായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും മെയ്ഡ് ഫോർ കിഡ്സ്, നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ്, അങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ വീഡിയോ കിഡ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ലെങ്കിൽ മസ്റ്റായിട്ടും നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ടിക്ക് ചെയ്ത് തന്നെ നമ്മൾ നമ്മുടെ വീഡിയോ പോസ്റ്റ് ചെയ്യണം. കാരണം യൂട്യൂബിന് നമ്മളുടെ വീഡിയോകൾ കൃത്യമായിട്ടുള്ള ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായകരമായി തീരും. കാരണം നമ്മളിപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല ചെയ്യുന്നത് എങ്കിൽ നമ്മൾ മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ള ഓപ്ഷൻ ടിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ കൃത്യമായിട്ടുള്ള ആളുകളിലേക്ക് എത്താതെ വരികയും നമ്മുടെ വ്യൂസ് കുറയുകയും അത് നമ്മുടെ ചാനലിനെ തന്നെ ബാധിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ച് തന്നെ വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പം ഞാനീ പറഞ്ഞ ഈ 5 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ച് വീഡിയോ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ചാനൽ നല്ല റീച്ചിലെത്തുകയും നമ്മളുടെ ചാനൽ വിജയിക്കുകയും ചെയ്യും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായൊരു ടൈം കീപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ വീഡിയോ കറക്റ്റായിട്ടുള്ള ടൈമിൽ തന്നെ എല്ലാ ദിവസങ്ങളിലും ഇടാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെയുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സ്വന്തം ചാനലിൽ തന്നെ കയറി നമ്മുടെ വീഡിയോ കാണുന്ന ആ ഒരു രീതി നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. അതുപോലെ മറ്റ് ചാനലിൻ്റെ കീഴിൽ പോയി സബ് ഫോർ സബ് അല്ലെങ്കിൽ കട്ടയ്ക്ക് കൂടെ നിൽക്കാം ഇങ്ങനെയൊക്കെയുള്ള മെസ്സേജുകളൊക്കെ കമൻറ്റുകളൊക്കെ നമ്മൾ ഇടുന്നത് അത് ഒഴിവാക്കുക. പിന്നെ അതുപോലെ നമ്മളുടെ ചാനലിലൊരു വീഡിയോ നമ്മൾ ഇട്ടതിന് ശേഷം അത് ഡിലീറ്റ് ആക്കുന്ന ഒരു കാര്യം അതും നമ്മൾ ഒഴിവാക്കണം. പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ മെയ്ഡ് ഫോർ കിഡ്സ്, നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമ്മൾ വീഡിയോ ചെയ്യുക. ഇങ്ങനെയുള്ള ഈ 4-5 കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ
ഉറപ്പായിട്ടും നമ്മളുടെ ചാനൽ പയ്യെ 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 ഗ്രോ ആവുകയും നമ്മൾക്കും എല്ലാവരെയും പോലെ തന്നെ അതിൽ നിന്ന് ഒരു എക്സ്ട്രാ വരുമാനം നമുക്ക് ഉണ്ടാക്കാനും സാധിക്കും. ഇനിയുള്ള നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.